ഓ നമോ ഭഗവതേ സാईശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. സത്യന്റെ പ്രവചനങ്ങൾ. രസത്തിനും പരീക്ഷണത്തിനും അറിയാനും സത്യനാരായണനെ പലരും രഹസ്യമായും പരസ്യമായും സമീപിച്ചു. എല്ലാവർക്കും അർഹിക്കുന്ന വിധം ഉത്തരവും ലഭിച്ചു. ഒരിക്കൽ സ്കൂളിൽ തന്നെ രസകരമായൊരു സംഭവം നടന്നു. ഒരു അധ്യാപകന്റെ വളരെ വിലയേറിയ ഫൗണ്ടൻ പെൻ നഷ്ടപ്പെട്ടു. അധ്യാപകന് പകുതി ജീവൻ നഷ്ടപ്പെട്ടതുപോലെയായി. അദ്ദേഹം സത്യനാരായണനെ സമീപിച്ചു. സത്യനിൽ എന്തൊക്കെയോ ദിവ്യത്വമുണ്ടെന്ന് അദ്ദേഹവും കേട്ടിരുന്നു. വളരെയേറെ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ സത്യൻ പറഞ്ഞു, അങ്ങയുടെ ജോലിക്കാരൻ തന്നെയാണ് പേനയെടുത്തത്. സത്യനാരായണന്റെ പ്രസ്താവന തെല്ലുപോലും വിശ്വസിക്കാൻ അദ്ദേഹത്തിനായില്ല. കാരണം അത്ര വിശ്വസ്തനും സത്യസന്ധനുമാണ് ജോലിക്കാരൻ. അധ്യാപകന്റെ മനോഭാവം മനസ്സിലാക്കി സത്യൻ തുടർന്നു. പേന അയാൾ അനന്തപുരിൽ പഠിക്കുന്ന മകന് അയച്ചു കൊടുത്തു. ജോലിക്കാരന് എഴുത്തും വായനയും അറിയില്ല. മകന് കത്ത് എഴുതുന്നത് പരസഹായത്തോടെയാണ്. അങ്ങ് ഒരു കത്ത് എഴുതി അയക്കൂ. കത്തിൽ പേനയുടെ കാര്യം സൂചിപ്പിക്കണം. മകന്റെ മറുപടി കിട്ടുമ്പോൾ സത്യം വെളിവാകും. കത്ത് തയ്യാറാക്കപ്പെട്ടു. പേനയെക്കുറിച്ച് അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: മോനെ, അച്ഛൻ അയച്ചു തന്ന പേന നല്ലതുപോലെ ഉപയോഗിക്കണം. വളരെ വിലപിടിപ്പുള്ളതാണ്. 3-4 ദിവസത്തിനകം മറുപടി കിട്ടി. മകൻ എങ്ങനെ കുറിച്ചിരുന്നു: അച്ഛൻ അയച്ചു തന്നത് നല്ല പേനയാണ്. തീർച്ചയായും ഞാനത് നല്ലപോലെ സൂക്ഷിക്കും. അതിൻ്റെ വിലയേക്കാളേറെ അച്ഛൻ്റെ സ്നേഹം നിറഞ്ഞ മനസ്സിൻ്റെ പ്രതീകമാണ് എനിക്കത്. മറുപടി വായിച്ച അധ്യാപകൻ അത്ഭുത സ്തബ്ധനായി. സ്കൂളിൽ മാത്രമല്ല, പുറത്തും സത്യന്റെ പ്രവചനങ്ങൾ നടന്നിരുന്നു. ഒരിക്കൽ കുതിരയെ നഷ്ടപ്പെട്ട ഒരു മുസ്ലിം സത്യനാരായണന്റെ സമീപം പരിഭ്രാന്തിയോടെ എത്തി. അയാളുടെ കുടുംബം ഉപജീവനം നടത്തിയിരുന്നത് ആ കുതിരയെ പ്രയോജനപ്പെടുത്തിയാണ്. നിറമിഴികളുമായി നിൽക്കുന്ന ആ സാധുവിനോട് സത്യനാരായണൻ പറഞ്ഞു, വിഷമിക്കണ്ട, കുതിര നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ നഗരത്തിന് പുറത്തുള്ള തോപ്പിൽ കുതിര മേയുന്നുണ്ട്, ചെല്ലു. കേട്ടപടി അയാൾ പായുകയായിരുന്നു. തോപ്പിലെത്തിയപ്പോൾ അവിടെ തൻ്റെ കുതിര. ഷിർദിസായി ചരിത്രത്തിലും ഇതേ വിധം ഒരു കുതിരയുടെ കഥയുണ്ട്. സത്യൻ ഉറവക്കൊണ്ടയിൽ പഠിക്കുമ്പോഴാണ് ഈ സംഭവം. ഒപ്പം പഠിക്കുന്ന ഒരു കുട്ടി, പേര് ബിന്ദേല ഹനുമന്ത റെഡ്ഡി. ഒരു വ്യാഴാഴ്ച ദിവസം ബാലൻ ഭജന സമയത്ത് വന്നു. ഭജന കഴിഞ്ഞു. ആളുകൾ സത്യനെ സമീപിക്കാൻ തുടങ്ങി. ഹനുമന്തയും വരിയിൽ നിന്നു. ഏറെ സമയം കഴിഞ്ഞിട്ടും ആ ബാലന് സത്യനെ കാണാനായില്ല. അവന് ദേഷ്യം വന്നു. കൊണ്ടുവന്ന ദ്രവ്യങ്ങൾ വലിച്ചെറിഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി. ഈ വിവരം ഹെഡ്മാസ്റ്റർ അറിഞ്ഞു. കുട്ടിയുടെ ആ ധിക്കാരം വകവെച്ചു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇനി മുതൽ ഹോസ്റ്റലിൽ ഹനുമന്തയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടെന്ന് ഹെഡ്മാസ്റ്റർ ഉത്തരവിട്ടു. വിവരം സ്കൂൾ മുഴുവൻ അറിഞ്ഞു. ഒരു അബ്ദുൽ ഖാദറാണ് അന്ന് സ്കൂൾ ലീഡർ. അബ്ദുൽ ഖാദർ ഹെഡ്മാസ്റ്ററെ കണ്ട് ശിക്ഷ പിൻവലിക്കണമെന്ന് അപേക്ഷിച്ചു. ഹനുമന്തയെയും കൊണ്ട് സത്യന്റെ അരികിൽ ചെന്ന് ക്ഷമ പറയിപ്പിക്കാമെന്നും പറഞ്ഞു. അധ്യാപകൻ സമ്മതിച്ചു. അടുത്ത വ്യാഴാഴ്ച ഭജന കഴിഞ്ഞു. കുറഞ്ഞത് 150 പേർ ദർശനത്തിനായി കാത്തിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാമീണൻ വന്നു തിരക്കി. അബ്ദുൽ ഖാദർ എന്ന കുട്ടിയെ സത്യൻ വിളിക്കുന്നു. അബ്ദുൽ ഖാദർ വിസ്മയത്തോടെ സത്യനെ സമീപിച്ചു. സത്യൻ പറഞ്ഞു, നീ വന്നിരിക്കുന്നത് ഹനുമന്തയുടെ കാര്യത്തിനല്ലേ? സാരമില്ല, അവന് ആവശ്യത്തിനുള്ള ശിക്ഷയായി. അധ്യാപകനോട് അവന് ഭക്ഷണം കൊടുക്കാൻ പറയൂ. ആ സമയം എവിടുന്നോ സംഭരിച്ച കരുത്തിനാൽ അബ്ദുൽ ഖാദർ ചോദിച്ചു, എപ്പോഴാ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുക? 1940 ഭാരതീയർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തീവ്രമായി സമരം ചെയ്യുന്ന കാലം. സത്യന്റെ ഉത്തരം ഉടനെ ഉണ്ടായി. 1947 ഓഗസ്റ്റ് 15 നാം സ്വാതന്ത്ര്യം ആഘോഷിക്കും. ഇക്കാര്യം ഖാദർ സ്കൂളിൽ പലരോടും പറഞ്ഞു. എങ്കിലും അദ്ദേഹം ഉൾപ്പെടെ ആരും അത് സത്യമായി തീരുമെന്ന് അന്ന് നനച്ചില്ല. പ്രേമത്തിന്റെ തഴമ്പ്. വീട്ടിൽ ചെല്ലുമ്പോൾ ഈശ്വരാമ്പ മകനെ അരികിൽ വിളിച്ചിരുത്തി ഓമനിക്കും. തലയിലും ശരീരത്തിലും എണ്ണ പുരട്ടി കുളിക്കാനയക്കും. എണ്ണ പുരട്ടുമ്പോൾ വാത്സല്യം നിറഞ്ഞ ചോദ്യങ്ങളിലൂടെ സത്യന്റെ മനസ്സിലകത്തേക്ക് ഊളിയിടാൻ അമ്മ ശ്രമിക്കാറുണ്ട്. പക്ഷേ സാധിക്കാറില്ല. തൻ്റെ പുത്രൻ തനിക്ക് പിടിക്കാവുന്നതിലും എത്രയോ ഉയരത്തിലാണെന്ന് ഭീതിയോടെ അമ്മ ഓർക്കും. ഒരിക്കൽ ഈശ്വരാമ്പ സത്യന്റെ പുറത്ത് എണ്ണ പുരട്ടി തിരുമുകയായിരുന്നു.
തോളിൽ മുഴ പോലെ എന്തോ ഒന്ന് അമ്മയുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അമ്മ അവിടെ എണ്ണ പുരട്ടി. നന്നായി തടിച്ചിരിക്കുന്നു. രക്തം കട്ട പിടിച്ചതാണോ അതോ ചതഞ്ഞതോ? അമ്മ തടിച്ചു കിടക്കുന്ന ഭാഗത്ത് ഞെക്കി നോക്കി. സത്യൻ അശ്രദ്ധനായിരിക്കുന്നു. അമ്മ കുറച്ചുകൂടി ശക്തിയായി ഞെക്കി. സത്യ, നിനക്ക് വേദനിക്കുന്നുവോ? ഈശ്വരാമ്പ തിരക്കി. ഇല്ല. ഇതെന്താണ് ഇങ്ങനെ കല്ലിച്ചിരിക്കുന്നത്? എന്ത് പറ്റിയതാ? അമ്മയുടെ സ്വരത്തിൽ പരിഭ്രമം. സത്യൻ മൗനമായിരുന്നു. ഈശ്വരാമ്പ വിടാനുള്ള ഭാവമില്ലായിരുന്നു. അമ്മ അധികാര സ്വരത്തിൽ വീണ്ടും ചോദിച്ചു. ഒടുവിൽ മാതൃഭാവത്തിന് മുന്നിൽ വഴങ്ങി സത്യൻ പറഞ്ഞു, അമ്മ പേടിക്കണ്ട. ഞാൻ വെള്ളം ചുമന്നു കൊണ്ടുവരുന്നത് മൂലമുണ്ടായ തഴമ്പാണത്. ഏ, വെള്ളം ചുമന്നോ? ഈശ്വരാമ്പ വിഷമത്തോടെ ചോദിച്ചു. ഒടുവിൽ സത്യന് വിശദീകരണം കൊടുക്കേണ്ടി വന്നു. ജ്യേഷ്ഠൻ താമസിക്കുന്ന സ്ഥലത്ത് ജലമില്ല. ആ പ്രദേശത്തുള്ള ഒരേ ഒരു കിണർ കിലോമീറ്ററുകൾ ദൂരെയും. വെള്ളം കൊണ്ടുവരാനായി തോളിൽ നീളത്തിലൊരു വടി വയ്ക്കും. അതിൻ്റെ ഇരുവശത്തും വെള്ളം കൊണ്ടുവരാനുള്ള പാത്രം കെട്ടി തൂക്കിയിടും. അങ്ങനെയാണ് വെള്ളം കൊണ്ടുവരിക. കുറഞ്ഞത് 6 കിലോമീറ്റർ നടക്കണം. സത്യൻ വെള്ളത്തിനായി പോകുമ്പോൾ അയൽവാസികളും സത്യനോട് ആവശ്യപ്പെടും, ഞങ്ങൾക്കും കുറച്ച് വെള്ളം തരണേ. സത്യനാരായണന്റെ കാരുണ്യം സേവന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാലം സമ്മാനിച്ചതാണ് ആ തഴമ്പ്. കഥയറിഞ്ഞപ്പോൾ അമ്മ തേങ്ങിപ്പോയി. ഹോ, എൻ്റെ മോൻ ഇത്ര കഷ്ടപ്പെടുന്നുവോ? മക്കളെ, സ്നേഹപൂർവ്വം വേദനയോടെ ഈശ്വരാമ്പ വിളിച്ചു. ചോദ്യഭാവത്തിൽ സത്യൻ അമ്മയെ നോക്കി. ഇത്രയൊന്നും വേണ്ട. സഹായിക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. നിന്റെ നല്ല മനസ്സ് ചൂഷണം ചെയ്യുകയാണ് എല്ലാവരും. അമ്മയുടെ കണ്ണുകളിൽ മിഴിയൂന്നി മൃദുലമായിട്ടാണെങ്കിലും ദൃഢസ്വരത്തിൽ സത്യൻ പറഞ്ഞു. അമ്മേ, അതെൻ്റെ ചുമതലയായി എനിക്ക് തോന്നുന്നു. അപ്പോഴെങ്ങനെ അത് ചൂഷണമാകും? മാത്രമല്ല, ഞാനല്ലാതെ ആരാണ് അവർക്ക് കുടിനീർ കൊടുക്കുക? ഞാൻ വന്നത് കൊടുക്കാൻ വേണ്ടിയാണ്. തൻ്റെ സർവേശ്വരത്വം വെളിവാക്കി സത്യൻ പറഞ്ഞു. ഈശ്വരാമ്പയ്ക്ക് ഉത്തരമുണ്ടായില്ല. പിൽക്കാലത്ത് അനന്തപൂരിലെ ജനങ്ങൾക്ക് കുടിനീർ എത്തിക്കുന്നതിൻ്റെ പൂർണ്ണ ചുമതല വിഭു തന്നെ സ്വയം ഏറ്റെടുത്തു. അന്ന് ഭഗവാൻ അരുളി, 7-ാം വയസ്സിൽ ഞാൻ 7 കുടുംബങ്ങൾക്ക് വെള്ളം ചുമന്നു കൊടുത്തു. ഇപ്പോൾ 750 ഗ്രാമങ്ങളിൽ കുടിജലം എത്തിച്ചു. നാൾ തോറും എൻ്റെ പ്രേമം വികസിക്കുന്നു. നിങ്ങളുടേതോ? ഓം തത് സത്.